മകളെ, കൗരവ പാണ്ഡവ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു. യുദ്ധം രാത്രിയിലും തുടരുകയാണ്. ദ്രോണാചാര്യർ സൈന്യാധിപനായ കൗരവ സൈന്യത്തിൽ മഹാരഥന്മാരായ ദുര്യോധനൻ, കർണൻ, ദുശാസനൻ, അശ്വത്ഥാമാവ് എന്നിവരുണ്ടായിരുന്നു. പാണ്ഡവ സൈന്യം ദുഷ്ടദ്യുമ്നൻ്റെ നായകത്വത്തിൽ കൗരവർക്ക് മേൽ വിജയം നേടിക്കൊണ്ടിരുന്നു. അവർക്കൊപ്പം ഉണ്ടായിരുന്ന മഹാരഥന്മാരായ യുധിഷ്ഠിരൻ, ഭീമസേനൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, സാത്വികി, വിരാട രാജാവ്, ദ്രുപദൻ എന്നിവർ ശക്തമായി എതിർ സൈന്യത്തിൻ്റെ മേൽ പ്രഹരം ഏൽപ്പിച്ചു. അർദ്ധരാത്രി കഴിഞ്ഞിട്ടും പൂർണ്ണമായ ഒരു വിജയം കൈവരിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. കട്ടപിടിച്ച ഇരുട്ടിൽ സൈന്യം ലക്ഷ്യമില്ലാതെ യുദ്ധം ചെയ്തു. ഇരുപക്ഷത്തും കനത്ത സൈനിക നഷ്ടം സംഭവിച്ചു. കൗരവപക്ഷത്തെ മഹാരഥന്മാരായ രാജാക്കന്മാർ പലരും പരലോകം പോയി. ആചാര്യനായ ദ്രോണറടക്കം തൻ്റെ സൈന്യത്തിലെ നായകന്മാരായ എല്ലാവരെയും ദുര്യോധനൻ തനിക്കുണ്ടായ പരാജയത്തിൽ പഴി പറഞ്ഞു. മഹാരാജാവെ, ആചാര്യനും അർജുനനും തമ്മിൽ ഏറ്റുമുട്ടി. കൗരവപക്ഷത്തെ രഥസൈന്യത്തെയും ഗജസൈന്യത്തെയും അർജുനൻ തകർത്തെറിഞ്ഞു. ഇതേ നേരത്ത് തന്നെ നകുലൻ്റെ പുത്രനായ ശതാനീകൻ അങ്ങയുടെ പുത്രനായ ചിത്രസേനനുമായി യുദ്ധത്തിലേർപ്പെട്ടു. ശതാനീകൻ്റെ ശരമേറ്റ് ചിത്രസേനന് മുറിവ് പറ്റി. ചിത്രസേനൻ ഇരട്ടി അമ്പുകൾ തൊടുത്തുവിട്ടു. എതിരാളിയുടെ ശക്തിയേറിയ ഒരു ശരമേറ്റ് ചിത്രസേനൻ്റെ പടച്ചട്ട തകർന്നു വീണു. ഒപ്പം മറ്റുള്ളവരുടെ ശരങ്ങളേറ്റ് അയാളുടെ രഥത്തിൻ്റെ കൊടിമരം തകരുകയും അശ്വങ്ങളും സൂതനും മരിക്കുകയും ചെയ്തു. ഒന്നും ചെയ്യാൻ കഴിയാതെ ചിത്രസേനൻ കൃതവർമ്മൻ്റെ രഥത്തിൽ അഭയം തേടി. മഹാരാജാവെ, ഇതേ സമയം മറ്റൊരിടത്ത് ദ്രോണരെ ആക്രമിക്കുവാൻ ഉറപ്പിച്ച് മുന്നേറിയ ദ്രുപദനെയും സൈന്യത്തെയും കർണൻ്റെ പുത്രനായ വൃഷസേനൻ തടഞ്ഞു നിർത്തി. ദ്രുപദൻ വൃഷസേനൻ്റെ ഇരുഭുജങ്ങളിലും കുറേ അമ്പുകൾ കൊണ്ട് മുറിവുണ്ടാക്കി. വൃഷസേനൻ ഒട്ടും തളർന്നില്ല. കുറേ ശരങ്ങൾ കൊണ്ട് ദ്രുപദനെയും മുറിവേൽപ്പിച്ചു. ഇരുവരുടെ ദേഹത്തും കൂരമ്പുകൾ തറച്ചു നിന്നു. ദ്രുപദൻ്റെ ഒരു ശരമേറ്റ് കർണപുത്രൻ്റെ വില്ല് മുറിഞ്ഞു വീണു. മറ്റൊരു വില്ലെടുത്ത് വൃഷസേനൻ അയച്ച അസ്ത്രമേറ്റ് ദ്രുപദൻ മോഹാലസ്യപ്പെട്ട് തേർത്തട്ടിൽ തളർന്നിരുന്നു. ദ്രുപദൻ തളർന്നിരുന്നത് കണ്ട് സൂതൻ രഥം ദൂരേക്ക് മാറ്റിക്കളഞ്ഞു. ദ്രുപദൻ്റെ സൈന്യവും പിന്നാലെ രക്ഷപ്പെട്ടു. സോമക സൈന്യത്തിനും ഇതുതന്നെയായിരുന്നു അനുഭവം. അവർക്കും വൃഷസേനനെ ഭയന്ന് പലായനം ചെയ്യേണ്ടി വന്നു. സഞ്ജയൻ തുടർന്നു. മഹാരാജാവേ, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ആരും വിശ്രമിച്ചില്ല. മുന്നിലെത്തുന്ന ഓരോ ശത്രുവിനെയും ഇരുപക്ഷക്കാരും വധിച്ചുകൊണ്ടിരുന്നു. പിന്നെ കാണാൻ കഴിഞ്ഞത് യുധിഷ്ഠിരൻ്റെ പുത്രനായ പ്രതിബിന്ധ്യനും ദുശാസനനും തമ്മിലുള്ള യുദ്ധമായിരുന്നു. ദുശാസനൻ പ്രയോഗിച്ച അമ്പേറ്റ് പ്രതിബിന്ധ്യൻ്റെ നെറ്റിത്തടത്തിൽ മുറിവുകളുണ്ടായി. തുടർന്നും ദുശാസനൻ പ്രയോഗിച്ച ശരങ്ങളേറ്റ് ശത്രുവിൻ്റെ തേർക്കുതിരകൾ ചാകുകയും സാരഥിക്ക് ജീവൻ നഷ്ടമാകുകയും ചെയ്തു. രഥം നഷ്ടപ്പെട്ടപ്പോൾ പ്രതിബിന്ധ്യൻ ഭീമസേനൻ്റെ പുത്രനായ സുതസോമൻ്റെ രഥത്തിൽ കയറി മറ്റൊരു വില്ലെടുത്ത് ദുശാസനൻ്റെ മേൽ ആക്രമണം അഴിച്ചുവിട്ടു. എന്നാൽ അങ്ങയുടെ സൈന്യം ചുറ്റും നിന്ന് ദുശാസനന് സംരക്ഷണം നൽകി. അവിടെയും ഇരു സൈന്യങ്ങളും തമ്മിൽ അതിഘോരമായ യുദ്ധം തന്നെ ഉണ്ടായി. മഹാരാജാവേ, മറ്റൊരു ഭാഗത്ത് നകുലൻ കൗരവ സൈന്യത്തെ സംഹരിക്കുകയായിരുന്നു. നകുലനെ തടയാൻ ഗാന്ധാര രാജാവായ ശകുനി എത്തിച്ചേർന്നു. ഇരുവരുടെയും മനസ്സിൽ പകയും വിദ്വേഷവും ഉണ്ടായിരുന്നു. അതവരുടെ യുദ്ധത്തിൽ പ്രകടവുമായിരുന്നു. ഇരുവരും കൂരമ്പുകളാൽ അന്യോന്യം മുറിവുകൾ ഏൽപ്പിച്ചു. അപ്പോൾ ശകുനി പ്രയോഗിച്ച കർണി എന്ന അസ്ത്രം നെഞ്ചിൽ തറച്ച് നകുലൻ മോഹാലസ്യപ്പെട്ട് തേർത്തട്ടിൽ ഇരുന്നു പോയി. അല്പസമയത്തിനുള്ളിൽ ആലസ്യം അകന്ന നകുലൻ വില്ലെടുത്ത് ശകുനിയെ ലക്ഷ്യമാക്കി കുറേ അമ്പുകൾ അയച്ചു. ശകുനിയുടെ തേർക്കൊടിമരം മുറിഞ്ഞു വീണു. അതിമൂർച്ചയുള്ള ഒരമ്പേറ്റ് ശകുനി ബോധം നശിച്ച് തേർത്തട്ടിൽ വീണു. അപകടം തിരിച്ചറിഞ്ഞ സാരഥി രഥം ദൂരേക്ക് കൊണ്ടുപോയി. അപ്പോൾ നകുലൻ രഥം ദ്രോണരുടെ അടുത്തേക്ക് കൊണ്ടുപോകുവാൻ സാരഥിയോട് ആജ്ഞാപിച്ചു. രാജാവെ, അപ്പോൾ മറ്റൊരിടത്ത് കൃപർ ശിഖണ്ഡിയുമായി ഏറ്റുമുട്ടുകയായിരുന്നു. ശിഖണ്ഡി തൊടുത്തുവിട്ട അർദ്ധചന്ദ്രാകൃതിയുള്ള ഒരു ശരമേറ്റ് കൃപരുടെ തേർക്കൊടിമരം തകർന്നു. മറ്റൊരമ്പിനാൽ ചാപവും ശിഖണ്ഡി മുറിച്ചു. അപ്പോൾ കൃപർ ഒരു ശക്തി ശിഖണ്ഡിയുടെ നേർക്ക് അയച്ചു. ശിഖണ്ഡി കൂർത്ത ശരങ്ങളാൽ ആ ശക്തിയെ തകർത്തു. കൃപർ തൻ്റെ വില്ലിൽ നിന്നും
കുറേ അമ്പുകൾ ഒന്നിനു പിന്നാലെ ഒന്നായി ശിഖണ്ഡിയുടെ നേർക്ക് പ്രയോഗിച്ചു. അവയേറ്റ ശിഖണ്ഡി തളർച്ച ബാധിച്ച് തേർത്തട്ടിൽ ഇരുന്നു. ഈ സന്ദർഭത്തിൽ കൃപർ വീണ്ടും വീണ്ടും അസ്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടേയിരുന്നു. അവയിൽ നിന്നും രക്ഷപ്പെടാൻ ശിഖണ്ഡിക്ക് പലതവണ ഓടിമാറേണ്ടി വന്നു. പക്ഷേ മഹാരാജാവേ, അപ്പോഴെല്ലാം പാഞ്ചാലരും സോമകന്മാരും ചുറ്റും നിരന്നു നിന്ന് ശിഖണ്ഡിയെ സംരക്ഷിച്ചു. കൃപരുടെ രക്ഷയ്ക്കും കുറേ പേർ എത്തിച്ചേർന്നു. ഇരു സൈന്യവും കൂടിക്കലർന്ന് രൂക്ഷമായി തന്നെ യുദ്ധം ചെയ്തു. ചില നേരങ്ങളിൽ ഇരു സൈന്യത്തിനും പരസ്പരം തിരിച്ചറിയാൻ പോലും പറ്റാതെയായി. ഈ തിരക്കിൽപ്പെട്ട് ജനക മഹാരാജാവ് അറിയാതെ സ്വന്തം മകനെയും മകൻ പിതാവായ ജനകനെയും വധിച്ചു. അടുത്ത ബന്ധുക്കളായവർ പോലും തമ്മിൽ തിരിച്ചറിയാതെ പരസ്പരം വെട്ടിമരിച്ചു. രാത്രി അതികഠിനമായ ഇരുട്ടിൽ അകപ്പെട്ടിരുന്നതിനാൽ പലരും ശ്രദ്ധിക്കാതെ ഗജങ്ങളുടെയും കുതിരകളുടെയും മുന്നിൽ ചെന്നുപെട്ട് സ്വയം മരണം വരിച്ചു. യുദ്ധത്തിൻ്റെ അംഗീകരിക്കപ്പെട്ട നിയമങ്ങൾ പോലും ആരും കണക്കിലെടുത്തില്ല. മഹാരാജാവേ, ഈ സമയത്ത് പാഞ്ചാല രാജകുമാരനായ ധൃഷ്ടദ്യുമ്നൻ ഞാണൊലി മുഴക്കിക്കൊണ്ട് ദ്രോണരുടെ നേർക്ക് പാഞ്ഞടുക്കുകയായിരുന്നു. ഇത് കണ്ട പാഞ്ചാല പാണ്ഡവ സൈന്യം അയാൾക്കു ചുറ്റും സുരക്ഷ തീർത്തുകൊണ്ട് മുന്നേറി. പാഞ്ചാലകുമാരൻ്റെ ശൗര്യം മനസ്സിലാക്കിയ അങ്ങയുടെ പുത്രന്മാർ സൈന്യത്തോടുകൂടി ദ്രോണരുടെ 4 ഭാഗങ്ങളിലും അണിനിരന്നു. ധൃഷ്ടദ്യുമ്നൻ ദ്രോണരുടെ മാർച്ചട്ടയിലേക്ക് തുടരെ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് അശ്വത്ഥാമാവ്, കർണൻ, ദ്രോണർ, ശല്യർ, ദുര്യോധനൻ, ദുശാസനൻ, ശകുനി എന്നിവർ ചേർന്ന് ധൃഷ്ടദ്യുമ്നനെ ആക്രമിക്കുവാൻ തുടങ്ങി. പക്ഷേ ഇതൊന്നും പാഞ്ചാലകുമാരനെ തളർത്തിയില്ല. അയാൾ ഈ 7 മഹാരഥന്മാരെയും ശരങ്ങളാൽ മുറിവേൽപ്പിച്ചു. അപ്പോൾ അങ്ങയുടെ സൈന്യത്തിലെ ദ്രുമസേനൻ മൂർച്ചയേറിയ ഒരു ശരം ധൃഷ്ടദ്യുമ്നൻ്റെ മേൽ പതിപ്പിച്ചു. തൽക്ഷണം തന്നെ പാഞ്ചാലകുമാരൻ്റെ ശരമേറ്റ് ദ്രുമസേനൻ്റെ തല ഉടലിൽ നിന്നും വേർപെട്ട് മണ്ണിൽ പതിച്ചു. അതിനുശേഷം ധൃഷ്ടദ്യുമ്നൻ ഓരോ ശരങ്ങളാൽ കൗരവ മഹാരഥന്മാരെയെല്ലാം പരിക്കേൽപ്പിച്ചു. കർണൻ്റെ വില്ല് മുറിച്ചു കളയുകയും ചെയ്തു. കർണൻ പുതിയൊരു വില്ലുമായി ധൃഷ്ടദ്യുമ്നനെ ആക്രമിക്കുവാൻ തുടങ്ങി. തൽക്ഷണം സാത്വികി അവിടെ എത്തി എല്ലാ കൗരവരും നോക്കി നിൽക്കെ കർണൻ്റെ ശരീരത്തിൽ മുറിവേൽപ്പിച്ചു. കർണൻ പ്രയോഗിച്ച എല്ലാ അസ്ത്രങ്ങളെയും സാത്വികി തൂത്തെറിഞ്ഞു. എങ്കിലും കർണൻ്റെ ശരത്താൽ സാത്വികിക്കും പരിക്കേറ്റിരുന്നു. അപ്പോൾ സാത്വികിയുടെ ഒരു ശരം വൃഷസേനൻ്റെ മേൽ പതിച്ചു. അയാൾ ബോധമറ്റ് നിലത്തിരുന്നു പോയി. സാത്വികിയുടെ ശരമാരിയെ ഭയന്ന് ദുര്യോധനൻ്റെ സാരഥി രഥം അകലേക്ക് കൊണ്ടുപോയി. സാത്വികി ഓരോ ശരങ്ങളാൽ കൗരവപക്ഷത്തെ സൈന്യങ്ങളിൽ ഓരോരുത്തരെ കാലപുരിക്കയച്ചുകൊണ്ടിരുന്നു. ശരം ഏറ്റിട്ടും മരിക്കാത്തവരുടെ ആർത്തനാദത്താൽ ആ രാത്രി ഏറെ ഭീതി പരത്തി. രാജാവെ, സാത്വികയെ ഭയന്ന് കൗരവ സൈന്യം ചിതറിപ്പോകുന്നത് കണ്ട് ദുര്യോധനൻ തൻ്റെ സാരഥിയോട് പറഞ്ഞു, ആ ആർത്തനാദങ്ങൾ കേൾക്കുന്നിടത്തേക്ക് എന്നെ കൊണ്ടുപോകൂ. ആജ്ഞ അനുസരിച്ച് സൂതൻ രഥം സാത്വികയുള്ളിടത്തേക്ക് കൊണ്ടുപോയി. ദുര്യോധനനെ കണ്ട സാത്വികി ഒന്നിനു പുറകെ ഒന്നായി കുറേ ശരങ്ങൾ അയച്ചു. അങ്ങയുടെ പുത്രനും പ്രത്യാക്രമണം നടത്തുന്നുണ്ടായിരുന്നു. സാത്വികി ദുര്യോധനൻ്റെ സാരഥിയെയും കുതിരകളെയും വീഴ്ത്തി. പിന്നെ ഒരമ്പ് കൊണ്ട് ദുര്യോധനൻ്റെ വില്ലും മുറിഞ്ഞു വീണു. രഥവും ആയുധങ്ങളും നഷ്ടപ്പെട്ട കൗരവൻ കൃതവർമ്മൻ്റെ രഥത്തിൽ കയറി രക്ഷപ്പെട്ടു. അപ്പോഴും സാത്വികി ശത്രുസംഹാരം തുടരുകയായിരുന്നു. മഹാരാജാവേ, യുദ്ധഭൂമിയുടെ മറ്റൊരു ഭാഗത്ത് ഒരു വലിയ സൈനിക സന്നാഹത്തോടെ ശകുനി അർജുനൻ്റെ നേർക്ക് അടുക്കുകയായിരുന്നു. ആയിരക്കണക്കായി ഉണ്ടായിരുന്ന ആ സൈന്യം അർജുനൻ്റെ 4 ഭാഗത്തു നിന്നും ശരങ്ങളാൽ ആക്രമിക്കുവാൻ തുടങ്ങി. അർജുനൻ അവയെല്ലാം കൃത്യമായി തന്നെ തകർത്തു. അർജുനൻ്റെ ശരങ്ങളേറ്റ് ശകുനിയുടെ 4 തേർക്കുതിരകളും ചത്തുവീണു. വില്ല് മുറിഞ്ഞു വീഴുകയും ചെയ്തു. തേർത്തട്ടിൽ നിന്നും ചാടിയ ശകുനി തൊട്ടടുത്ത് കണ്ട സ്വന്തം പുത്രനായ ഉലൂകൻ്റെ രഥത്തിൽ കയറി. അവിടെ നിന്നുകൊണ്ട് അച്ഛനും മകനും ഒന്നിച്ച് പാർത്ഥനെ ആക്രമിക്കുവാൻ നോക്കി. പക്ഷേ പാർത്ഥൻ്റെ ശരമേറ്റ് ഇരുവർക്കും പരുക്കേറ്റതോടെ അവർ യുദ്ധരംഗത്തു നിന്നും പിന്മാറി. അർജുനൻ കൗരവപ്പടയെ കണക്കിന് ശിക്ഷിച്ചുകൊണ്ടിരുന്നു. രാജാവേ, ഇപ്രകാരം യുദ്ധം ചെയ്തുകൊണ്ട് കൃഷ്ണാർജുനന്മാർ മുന്നേറി. അപ്പോൾ ധൃഷ്ടദ്യുമ്നൻ ദ്രോണരുമായി യുദ്ധം ചെയ്യുകയായിരുന്നു. ആചാര്യൻ്റെ വില്ലിലെ ഞാൺ ധൃഷ്ടദ്യുമ്നൻ ഒരസ്ത്രത്താൽ മുറിച്ചു. മറ്റൊരു വില്ലുമെടുത്ത് ദ്രോണർ യുദ്ധം തുടർന്നു.
ഇടയ്ക്കെല്ലാം ദ്രോണർ ദൃഷ്ടദ്യുമ്നൻ്റെ സാരഥിയെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു. ആ ശരങ്ങളെയെല്ലാം അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ ദൃഷ്ടദ്യുമ്നൻ തകർത്തു. അയാൾ കൗരവ സൈന്യത്തെ കഠിനമായി ആക്രമിക്കാൻ തുടങ്ങി. കൗരവപ്പടയുടെ പരാജയം കണ്ട് ദൃഷ്ടദ്യുമ്നനും ശിഖണ്ഡിയും ശംഖുലി മുഴക്കി. രാജാവേ, കൗരവ സൈന്യം നിരന്തരം തോൽവികൾ ഏറ്റുവാങ്ങുന്നത് കണ്ട് അങ്ങയുടെ പുത്രൻ കോപത്തോടെ ദ്രോണാചാര്യരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മഹാരഥന്മാരെ, പാണ്ഡവർ നമ്മുടെ സൈന്യത്തെ തകർക്കുകയാണ്. അത് കണ്ടിട്ട് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ എന്ത് നാടകമാണ് കാട്ടുന്നത്? എൻ്റെ മേൽ നിങ്ങൾക്ക് അല്പമെങ്കിലും കരുണയുണ്ടെങ്കിൽ ഈ പാണ്ഡവരെ തോൽപ്പിക്കുവാൻ എന്നെ സഹായിക്കൂ. ഈ വാക്കുകൾ കേട്ട് നിരാശനായ ദ്രോണർ ദുര്യോധനൻ്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി. എന്നിട്ട് വേഗം പാണ്ഡവ സൈന്യത്തിന് നേരെ അവർ ഒന്നിച്ച് പാഞ്ഞെടുത്തു. അവർ ചെന്ന് നിന്നത് സാത്വികയുടെ മുന്നിലായിരുന്നു. അപ്പോൾ വൃഷസേനൻ, ശകുനി എന്നിവർ സാത്വികയുമായി യുദ്ധം ചെയ്യുകയായിരുന്നു. ദുര്യോധനനും കൂടി എത്തിച്ചേർന്നപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് സാത്വികയോട് യുദ്ധം തുടർന്നു. ആചാര്യൻ ശരപ്രയോഗത്താൽ പാണ്ഡവപക്ഷത്തുള്ളവരെ കൂട്ടമായി സംഹരിച്ചു. രാജാവേ, ഇരുളിൻ്റെ ഇടയിൽ നിന്നും കൂട്ടക്കരച്ചിലുകൾ ഉയർന്നുകൊണ്ടിരുന്നു. ആരാരുമായി ഏറ്റുമുട്ടുന്നു, ആരാരെ വധിക്കുന്നു എന്ന് തിരിച്ചറിയാൻ പറ്റാതെയായി. അശ്രദ്ധ കൊണ്ട് സ്വന്തം പിതാവിനെ വധിച്ച പുത്രന്മാരും പുത്രന്മാരെ വധിച്ച പിതാക്കന്മാരും ആർത്തനാദങ്ങൾ മുഴക്കിയപ്പോൾ കുരുക്ഷേത്ര ഭൂമി പാപമംഗലമായി തീർന്നു. എവിടെയും ചോരപ്പുഴകൾ ഒഴുകി, രക്തം ഒഴുകി ഒഴുകി യുദ്ധഭൂമി ചെളിയുള്ളതായി മാറി. ഇവിടെയും രക്ഷപ്പെട്ടോടുന്ന ഇരുപക്ഷത്തെയും സൈനികർ വലിച്ചെറിയുന്ന തീപ്പന്തങ്ങളിൽ നിന്നും അഗ്നി മരിച്ചു കിടക്കുന്നവരുടെ വസ്ത്രങ്ങളിലേക്ക് പടർന്നു കയറി. ഇരുപക്ഷക്കാർക്കും ആരാരെന്നോ എന്തെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത ആ കുറ്റാക്കുറ്റിരുട്ടിൽ അവിടെ നിന്നും ഉയർന്ന ചെന്നായ്ക്കളുടെ ഓരിയിടൽ ശബ്ദം കൂടുതൽ ഭയം ജനിപ്പിച്ചു. മഹാരാജാവേ, എന്നിട്ടും ആ യുദ്ധം തുടരുകയായിരുന്നു. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.